അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മൾ ചില യാത്ര പോകുന്ന സമയത്ത്, പ്രത്യേകിച്ച് നമ്മൾ ഈ കാടുകളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്തൊക്കെ അവിടെ ചില ബോർഡുകൾ വെച്ചതായിട്ട് കാണാൻ സാധിക്കും. നിങ്ങൾ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കരുത്, നിങ്ങൾ ഈ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുത് എന്ന്. അപ്പോൾ നമ്മൾ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, എന്താണ് ഈ സർക്കാർ ഇങ്ങനെ ഈ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കരുത്, ഈ മൃഗങ്ങൾക്ക് ഭക്ഷണം കൊടുക്കരുത് എന്ന് എഴുതി വച്ചിരിക്കുന്നതെന്ന്. അതിന് കാരണം, നമ്മൾ ഈ പക്ഷികൾക്ക് ഭക്ഷണം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ മൈഗ്രേഷനെ, അവരുടെ ഒരു മൈഗ്രേഷൻ പാറ്റേൺ ഉണ്ട്, അതിനെ അഫക്റ്റ് ചെയ്യും. അതേപോലെ തന്നെ അവരുടെ ഒരു ആവാസ വ്യവസ്ഥയുണ്ട്, അതിനെല്ലാം ഇത് ബാധിക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സർക്കാർ ഇങ്ങനെ നിങ്ങൾ ഇത്തരത്തിലുള്ള കാട്ട് മൃഗങ്ങൾക്കോ ഈ വൈൽഡ് അനിമൽസിനും നിങ്ങൾ എന്ത് ചെയ്യരുത്, നിങ്ങൾ ഭക്ഷണം കൊടുക്കരുത് എന്ന് പ്രത്യേകമായിട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ ഈ ഒരു മൈഗ്രേഷൻ പാറ്റേണുകളെ ഡിസ്റ്റർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് സംഭവിക്കുക? അതിനുള്ള പ്രധാന ഉദാഹരണമാണ് ഓസ്ട്രേലിയയിലുണ്ടായ യമു വാർ, എമുക്കളുമായി നടന്ന ഒരു യുദ്ധം. ഈ യമു എന്ന് പറയുന്നത്, അഥവാ ഈമ്യു എന്ന് പറയുന്ന ഒരു ജീവി ലോകത്തിൽ തന്നെ ഏറ്റവും ഉയരം കൂടിയ ഒരു പക്ഷിയാണ്. മൂന്നാമത്തെ റാങ്ക് ഉണ്ട്, വേൾഡിൽ തന്നെ മൂന്നാമത്തെ സ്ഥാനമുണ്ടെന്ന് കരുതപ്പെടുന്ന ഒരു പക്ഷിയാണ്. ഏകദേശം 2 മീറ്ററോളം ഉയരത്തിൽ വരെ അത് വളരുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓസ്ട്രേലിയയിലെ നേറ്റീവായിട്ടുള്ള ജീവി തന്നെയായിരുന്നു ഈ ഈമു എന്നുള്ളത്. അവർക്ക് പ്രത്യേകമായിട്ടുള്ളൊരു ഈ പ്രൊഡക്റ്റേഴ്സ് ഒന്നുമില്ല, വലിയ സുരക്ഷിതരായിരുന്നു. അവരെ പിടിക്കാൻ ആരും വരുന്നില്ല. അവർക്ക് കുഴപ്പമില്ലാത്ത രീതിയിലൊരു ബാലൻസിങ് ആയിട്ടുള്ള ഭക്ഷണവും കാര്യങ്ങളൊക്കെ കിട്ടി ഒരു കൺട്രോൾഡ് പോപ്പുലേഷനിൽ അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം ഓസ്ട്രേലിയയിലേക്ക് തിരിച്ചു വന്ന പട്ടാളക്കാർക്ക് ഗവൺമെൻറ് ഒരു പുതിയൊരു സ്കീം അനൗൺസ് ചെയ്തു. അതുവഴി അവർക്ക് വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ, പ്രധാനമായും വെസ്റ്റേൺ ഓസ്ട്രേലിയയിൽ, അവിടെ അവർക്ക് ഫാമിംഗ് നടത്താനുള്ള സൗകര്യം, വലിയ ലാൻഡും സർക്കാർ അവർ കൊടുത്തു. ഇതുവഴി അവർ എന്ത് ചെയ്തു, അവർ അവിടെ ഉണ്ടായിരുന്ന ഫാമേഴ്സിൻ്റെ കൂടെ തന്നെ ഇവരും വലിയ രീതിയിലുള്ള വീറ്റ് കൃഷികൾ നടത്തിക്കൊണ്ടിരുന്നു. ഈ ഒരു റീജിയന് പറഞ്ഞ പേര് തന്നെ വീറ്റ് ബെൽറ്റ് റീജിയൻ എന്നാണ്. വീറ്റ് അഥവാ ഗോതമ്പ് മണിയുടെ വലിയ രീതിയിലുള്ള കൃഷി കാരണം സർക്കാരിന് വലിയ ലാഭം ലഭിക്കുകയും വലിയ എക്സ്പോർട്ടിംഗ് എല്ലാം നടത്തി ഓസ്ട്രേലിയയിൽ വലിയ സമ്പത്ത് വരികയും ചെയ്തു. യമു എന്ന് പറയുന്ന ജീവികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അവർക്ക് ഈ പ്രൊഡക്റ്റേഴ്സ് ഒന്നുമില്ല, അവരെ പിടിച്ചു കൊണ്ടുപോകാനുള്ള ജീവികളൊന്നുമില്ല. അവർക്ക് വലിയ രീതിയിലുള്ള സാധ്യതയായിരുന്നു ഈ വീറ്റ് ഫാമിംഗ്. ഗോതമ്പ് മണികൾ അവർ വല്ലാതെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ അവർ വലിയൊരു മൈഗ്രേഷൻ സംഭവിക്കുകയാണ്. ഓസ്ട്രേലിയയുടെ പല ഭാഗത്തു നിന്നും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ വീറ്റ് ബെൽറ്റ് റീജിയനിലേക്ക് യമുക്കൾ കൂട്ടമായിട്ടെത്തി. അങ്ങനെ അവർ അത് സുഭിക്ഷമായിട്ട് ഭക്ഷിക്കുകയും അവരുടെ പോപ്പുലേഷന് വലിയൊരു ഹൈക്ക് ഉണ്ടാവുകയും ചെയ്തു. 1890-കളിൽ വെറും 40,000 മാത്രം ഉണ്ടായിരുന്ന യമുക്കൾ 1930 കാലഘട്ടമായപ്പോഴേക്കും 4 ലക്ഷം കവിഞ്ഞു എന്നുള്ളതാണ് ചരിത്രം. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം, ഈ ഫാമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പേടി സ്വപ്നമായിട്ട് മാറി. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർ കൃഷി ചെയ്യുന്ന, അവർ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന ധാന്യങ്ങളെല്ലാം എക്സ്പോർട്ട് പോലും ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ നശിപ്പിച്ച് കളയാണ് യമുക്കൾ ചെയ്യുന്നത്. അങ്ങനെ ഈ യമുക്കളെ കൊല്ലാൻ വേണ്ടിയിട്ട് സർക്കാർ തീരുമാനിച്ചു. യമുക്കളെ കൊല്ലാൻ വേണ്ടി സർക്കാർ പട്ടാളത്തെ ഇറക്കി. റോയൽ ഓസ്ട്രേലിയൻ ആർട്ടിലറിയിലെ മേജറായിരുന്ന GPW മെറേഡിത്ത്, അദ്ദേഹമായിരുന്നു ഈ ഓപ്പറേഷൻ്റെ ചീഫായിട്ടുണ്ടായിരുന്നത്. മെഷീൻ ഗണ്ണുമായിട്ട് ഇറങ്ങിയ പട്ടാളം ഏകദേശം 1000 യമുക്കളെയാണ് കൊന്നത്. വെറും 1000. ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ യുദ്ധത്തെക്കുറിച്ച് ഞാനൊന്ന് പഠിക്കാൻ ശ്രമിച്ചപ്പോൾ അതിൻ്റെ റിസൾട്ട് കാണിക്കുന്നത് എന്താണെന്നറിയോ? യമു വാറിൽ മനുഷ്യർ തോറ്റു എന്നുള്ളതാണ്. അതെ, മനുഷ്യനും പക്ഷികളുമായി നടന്നൊരു യുദ്ധം, മെഷീൻ ഗൺ ഉപയോഗിച്ചുകൊണ്ട് നടന്ന യുദ്ധം, ഒന്നാം ലോക മഹായുദ്ധത്തിൽ പങ്കെടുത്ത പട്ടാളക്കാർ, എക്സ്പീരിയൻസറായ പട്ടാളക്കാർ പങ്കെടുത്ത യുദ്ധം. എന്നിടന്ന് സംഭവിച്ചു, ആ യുദ്ധത്തിൽ മനുഷ്യർ തോറ്റുപോയി. പത്രങ്ങളിൽ വന്ന വാർത്തകളെല്ലാം സർക്കാരിനെയും പട്ടാളക്കാരെയും കളിയാക്കിക്കൊണ്ടായിരുന്നു. എന്താണ് ഇവിടെ ശരിക്കും സംഭവിച്ചത്? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ പക്ഷികൾക്ക് അവർക്ക് വ്യക്തമായിട്ടുള്ളൊരു മൈഗ്രേഷൻ പാറ്റേൺ ഉണ്ട്, ഒരു ആവാസ വ്യവസ്ഥയുണ്ട്. ആ ആവാസ വ്യവസ്ഥയെ മനുഷ്യൻ ഡിസ്റ്റർബ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം, ഈ പോപ്പുലേഷൻ കൂടുന്ന പോലെയുള്ള അവസ്ഥകളെല്ലാം സംഭവിക്കുന്നത്. മറ്റൊരു ചരിത്ര സംഭവം കൂടി നോക്കാം. ഇതും ഓസ്ട്രേലിയയിൽ തന്നെ നടന്നതാണ്. ഒരു ക്രിസ്മസ് ദിവസം 1859 തോമസ് ഓസ്റ്റിൻ എന്ന പേരുള്ള വ്യക്തി, അദ്ദേഹം തൻ്റെ ഫാമിലേക്ക്, അദ്ദേഹം വലിയൊരു കർഷകനും വലിയൊരു കോടീശ്വരനുമായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഫാമിലേക്ക് അദ്ദേഹം ഏകദേശം 13ഓളം വൈൽഡ് യൂറോപ്യൻ
റാബിറ്റുകളെ, മുയലുകളെ അദ്ദേഹം തുറന്നു വിട്ടു. ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം ഓസ്ട്രേലിയയിൽ ഇല്ലാത്ത ജീവിയായിരുന്നു റാബിറ്റ്. 1866 ആയപ്പോഴേക്കും ഏകദേശം 14,000-ഓളം മുയലുകളെ വേട്ടക്കാർ പിടിച്ചു. 1880-കളിൽ മുറേ റിവർ താണ്ടിയിട്ട് അത് കടന്ന് അവർ ന്യൂ സൗത്ത് വെയിലേക്കും 1886 ആയപ്പോഴേക്കും ക്യൂൻസ്ലാൻഡിലേക്കും ഈ മുയലുകളുടെ എണ്ണം വ്യാപിച്ചു. 1894 ആയപ്പോഴേക്കും വെസ്റ്റേൺ ഓസ്ട്രേലിയയിലും ഇവർ നിറഞ്ഞു. ബ്രിട്ടനിൽ മുയലിൻ്റെ പോപ്പുലേഷൻ കൂടിയത് ഏകദേശം 700 വർഷം എടുത്തിട്ടാണ്. നേരെ മറിച്ച് 25 മടങ്ങ്, ബ്രിട്ടനേക്കാൾ 25 മടങ്ങ് സൈസുള്ള ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഭൂഖണ്ഡത്തിൽ ഈ മുയലുകൾക്ക് ആ ഒരു പോപ്പുലേഷൻ എത്താൻ വേണ്ടി വന്നത് വെറും 50 വർഷമാണ്. 1900 ആയപ്പോഴേക്കും ഓസ്ട്രേലിയയിൽ മാത്രം മുയലുകളുടെ എണ്ണം 1000 കോടി കടന്നു. എന്തുകൊണ്ടാണ് ഈ മുയലുകളുടെ ഈ പോപ്പുലേഷൻ ഇത്ര വളരെ വേഗത്തിൽ ഓസ്ട്രേലിയയിൽ സംഭവിച്ചത്? അതിന് കാരണം ഓസ്ട്രേലിയയിൽ നേരത്തെ എമുക്കള കാര്യം പറഞ്ഞ പോലെ തന്നെ ഇവിടെ പ്രഡറ്റേഴ്സിൻ്റെ എണ്ണം കുറവാണ്. ഇവരെ പിടിക്കാനും ഇവർ ഭക്ഷിക്കാനും ആവശ്യമായിട്ടുള്ള അത്തരം ജീവജാലങ്ങളുടെ എണ്ണം കുറവാണ്. ഇവരുടെ ഈ ഒരു പോപ്പുലേഷൻ കാരണം വലിയ രീതിയിലുള്ള നഷ്ടങ്ങളാണ് ഗവൺമെൻറ്റിൽ സംഭവിച്ചത്. അത് തടയാൻ വേണ്ടിയിട്ട് സർക്കാർ അന്നുണ്ടായിരുന്ന ആളുകൾക്ക് ചില ഓഫർ കൊടുക്കുകയാണ്. ആരെങ്കിലും ഈ മുയലുകളെ പിടിച്ചു കൊണ്ടുവരികയാണെങ്കിൽ അവർക്ക് അതിനുള്ള പ്രതിഫലം സർക്കാർ ഓഫർ ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് ആളുകൾ വേട്ടക്കിറങ്ങുകയും ഒരു കൂട്ടം മുയലുകളെ പിടിച്ചു കൊണ്ടുവരികയും അങ്ങനെ അവർ അതൊരു വരുമാന മാർഗമാക്കി മുന്നോട്ട് പോവുകയും ചെയ്തു. സർക്കാർ മറ്റു ചില പദ്ധതികളോട് ആരംഭിക്കുന്നുണ്ട്. അതിലൊന്ന് ഈ ട്രാപ്പ് ചെയ്ത് പിടിച്ചു കൊണ്ടുവരിക എന്നുള്ളതാണ്, മുയലുകളെ കിണി വെച്ച് പിടിക്കുക. മറ്റൊരു പദ്ധതി അവരുടെ കൂടുകൾ കണ്ടെത്തി നശിപ്പിക്കുക എന്നുള്ളതാണ്. അതുകൂടാതെ സർക്കാരിന് മറ്റൊരു പദ്ധതിയായിരുന്നു വേലി കെട്ടുക എന്നുള്ളത്. ഇതിൽ അല്പമെങ്കിലും ഫലപ്രദമായി എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് ആ വേലി കെട്ടൽ മാത്രമാണ്. ഏകദേശം കണക്ക് നോക്കുകയാണെങ്കിൽ 6000 കിലോമീറ്റർ നീളമുള്ള വേലികളാണ് മൊത്തത്തിൽ സർക്കാർ കെട്ടിയത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. 1950-കളിൽ സർക്കാർ മൈക്സോമറ്റോസിസ് എന്ന് പറയുന്ന വൈറസിനെ ഉൽപ്പാദിപ്പിക്കുകയും അത് ഈ മൃഗങ്ങളുടെ മേലെ അത് പ്രയോഗിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് വലിയ രീതിയിലുള്ള പോപ്പുലേഷൻ കുറക്കാൻ സാധിച്ചു. അവർ പ്രതീക്ഷിച്ച പോലെയുള്ള പോപ്പുലേഷൻ കൺട്രോൾ പെട്ടെന്ന് സംഭവിച്ചില്ല. പിന്നീട് 1950 ഡിസംബറുകളിൽ വലിയ രീതിയിലുള്ള മഴ പെയ്യുകയും കൊതുകിൻ്റെ എണ്ണം ശക്തമായിട്ട് ഓസ്ട്രേലിയയിൽ കൂടുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് ഈ വൈറസ് വളരെ വേഗത്തിൽ വ്യാപിക്കുകയും സർക്കാർ പ്രതീക്ഷിച്ച പോലെ തന്നെ വലിയൊരു എമൗണ്ട് റാബിറ്റുകളുടെ എണ്ണം കുറക്കാനും സാധിച്ചു. ഇവിടെ എല്ലാം സംഭവിച്ച കാര്യങ്ങൾ എന്താണ്? ഈ ആവാസ വ്യവസ്ഥയിൽ, ഈ ഒരു സന്തുലിതാവസ്ഥയിൽ, ഈ ഒരു ബാലൻസിൽ മനുഷ്യർ പോയി പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ ഫലങ്ങളാണ് ഇതൊക്കെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മളിനി ഖുർആനിലേക്ക് നോക്കുകയാണെങ്കിൽ സൂറത്ത് ത്വാഹയിൽ നമുക്കൊരു കാര്യം കാണാൻ സാധിക്കും. മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാമും ഫിർഔനും തമ്മിൽ സംസാരം. അതിൽ ഫിർഔൻ ചോദിക്കുകയാണ്, നിൻ്റെ രക്ഷിതാവ് ആരാണ് മൂസ? നീ ഒരു പ്രവാചകനാണെന്ന് പറയുന്നു. നിന്നെ അയച്ചവനായിട്ടുള്ള ആ ഒരു രക്ഷിതാവ് ആരാണ്? അത് ആരാണ് നീ വ്യക്തമാക്കി തരണമെന്ന് ഫറോ പറയുകയാണ്. അപ്പോൾ അതിന് തിരിച്ച് മറുപടിയായിട്ട് വളരെ സിമ്പിളായിട്ട് മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം ആൻസർ ചെയ്യുന്നതാണ്, റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദ. എല്ലാത്തിനെയും സൃഷ്ടിക്കുകയും ഓരോന്നിനും അതിന് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശം നൽകിയവനാരോ അവനാണ് എൻ്റെ രക്ഷിതാവ്. അള്ളാഹു എല്ലാം വെറുതെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്യുന്നത്. ഓരോ സൃഷ്ടിക്കും അള്ളാഹു കൃത്യമായിട്ടുള്ള ഘടന കൊടുക്കുകയും ആ സൃഷ്ടിക്ക് അതിൻ്റെ വഴി അള്ളാഹു കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അധ്യായം 38 27 വചനത്തിൽ അള്ളാഹു പറയുകയാണ്, ഈ ആകാശങ്ങളിലും ഭൂമിയിലും അവക്കിടയിലുള്ളതും അള്ളാഹു സൃഷ്ടിച്ചത് ഒരു തമാശയായിക്കൊണ്ടല്ല, അതെല്ലാം ഒരു പർപ്പസ് ഇല്ലാതെയല്ല അതൊന്ന് സൃഷ്ടിച്ചത് എന്നാണ് അള്ളാഹു പറയുന്നത്. എല്ലാത്തിനും കൃത്യമായിട്ടൊരു പർപ്പസ് ഉണ്ട്. സൂറത്ത് ബക്കറയിൽ ഒരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ട്. ഭൂമിയിലെ അധികാരിയായിട്ട്, ഭൂമിയിലെ ഖലീഫയായിട്ട് മനുഷ്യനെ സൃഷ്ടിക്കാൻ പോവുകയാണെന്ന് അള്ളാഹു ഈ മലക്കുകളോട് പറഞ്ഞ സന്ദർഭത്തിൽ മലക്കുകൾ തിരിച്ചു ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കുകയും ചോര ചീന്തുകയും ചെയ്യുന്നൊരു മനുഷ്യനെയാണ് അള്ളാഹു നീ സൃഷ്ടിക്കുന്നത്. നിന്നെ മാത്രം ഇബാദത്ത് ചെയ്ത് നിന്നോട് മാത്രം പ്രാർത്ഥിച്ച് നിന്നെ മഹത്വപ്പെടുത്തി നിൽക്കുന്ന ഞങ്ങളിവിടെ ഉണ്ടല്ലോ എന്നവർ പറയുകയാണ്. മനുഷ്യർ ഭൂമി നശിപ്പിക്കുന്നവരാണ് എന്നുള്ള ഒരു ബോധ്യം അത് മലക്കുകൾക്ക് പോലും ഉണ്ട്. അപ്പോൾ അള്ളാഹു തിരിച്ചു പറയുന്നത്, നിങ്ങൾക്കറിയാത്തത് അതെനിക്കറിയാം. തീർച്ചയായിട്ടും അള്ളാഹു സർവജ്ഞനാണ്, അള്ളാഹുവിനെല്ലാം അറിയാം.
അവന് സൃഷ്ടികൾക്ക് എല്ലാം അറിയണമെന്നില്ല. സൃഷ്ടികൾക്ക് അള്ളാഹു അറിയിച്ചു തന്നത് മാത്രമേ നമുക്കറിയുള്ളൂ. 7-ാമത്തെ അധ്യായം 56-ാമത്തെ വചനത്തിൽ അള്ളാഹു നമ്മളോട് പറയാണ്, ഭൂമിയിൽ വ്യക്തമായിട്ടുള്ളൊരു വ്യവസ്ഥ ഉണ്ടായതിനു ശേഷം, ഒരു ഓർഡർ സെറ്റായതിനു ശേഷം നിങ്ങൾ ഈ ഭൂമിയിൽ ഒരിക്കലും കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, നിങ്ങൾ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് എന്ന് അള്ളാഹു നമ്മളെ വാൺ ചെയ്യാണ്. ഈ ഒരു വ്യവസ്ഥയിൽ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ, വിശ്വാസപരമായിട്ടുള്ള അത്തരം നിയമങ്ങളും, അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് ഒരുക്കി തന്നിട്ടുള്ള ഈ മനോഹരമായ ഭൂമിയുടെ അതിൻ്റെ ഒരു ബാലൻസും എല്ലാം അതിൽ വരും. ഇനി അള്ളാഹു സൂറത്ത് റൂമിനകത്ത് പറയുന്ന 30-ാമത്തെ അധ്യായത്തിൽ 41-ാമത്തെ വചനത്തിൽ പറയുന്നൊരു കാര്യമാണ്, കരയിലും വെള്ളത്തിലും മനുഷ്യരുടെ പ്രവൃത്തി മൂലം കുഴപ്പങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇനി ആ കുഴപ്പങ്ങൾ ഉണ്ടായത്, ആ കുഴപ്പങ്ങൾ പ്രത്യക്ഷപ്പെട്ടത്, അത് നമ്മൾ പ്രവർത്തിച്ചതിൻ്റെ ഫലം നമ്മൾ അനുഭവിക്കാൻ വേണ്ടിയാണെന്നാണ് അള്ളാഹു പറയുന്നത്. എന്തിനാണ് അങ്ങനെ അനുഭവിക്കുന്നത്? ഒരു പ്രയാസം നമ്മൾ കാണുന്ന സമയത്ത്, പ്രകൃതിയിലൊരു പ്രശ്നം കാണുന്ന സമയത്ത്, അതെന്തോ ആയിക്കോട്ടെ, മൊറാലിറ്റി ബന്ധപ്പെട്ട വിഷയങ്ങളായിക്കോട്ടെ, അല്ലെങ്കിൽ ഈ പ്രകൃതിപരമായ വിഷയങ്ങളായിക്കോട്ടെ, ഇതിലെല്ലാം മനുഷ്യൻ്റെ കരങ്ങൾ പ്രവർത്തിച്ചത് മൂലം ആ ഒരു സന്തുലിത അവസ്ഥയെ നശിപ്പിക്കുമ്പോൾ, അതിലൊരു പ്രയാസം നേരിടുമ്പോൾ, അതിനുശേഷം ഒരു കുഴപ്പമുണ്ടായി വരുമ്പോൾ നമ്മൾ കാണുമ്പോൾ നമുക്ക് പഠിക്കാൻ സാധിക്കണം. അള്ളാഹു പറയാണ്, ഒരു പക്ഷേ അവർ മടങ്ങിയേക്കാം. മനുഷ്യരുടെ കരങ്ങൾ പ്രവർത്തിച്ചത് മൂലം തന്നെയാണ് ഈ ലോകത്തിലുള്ള സകല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുള്ളത്. അതേതും ആയിക്കോട്ടെ, യുദ്ധങ്ങളായാലും ശരി, ഇല്ലെങ്കിൽ പ്രകൃതിയിലേക്കുള്ള കടന്നുകയറ്റമാണെങ്കിലും ശരി. ഡോഡോ പക്ഷിയെക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ആ പക്ഷിൻ്റെ വംശനാശത്തിന് വരെ കാരണമായിട്ടുള്ളത് മനുഷ്യരാണ്. മനുഷ്യരുടെ പ്രവൃത്തിയാണ്, അത്യാർത്തിയാണ്, അഹങ്കാരമാണ്. ഇത്തരത്തിലുള്ള മനുഷ്യരുടെ പ്രവൃത്തി മൂലം സംഭവിച്ചിട്ടുള്ള അതിൻ്റെ പരിണിത ഫലങ്ങൾ കണ്ടിട്ടെങ്കിലും, ഈ പ്രയാസങ്ങൾ കണ്ടിട്ടെങ്കിലും, ഈ കറപ്ഷൻ കണ്ടിട്ടെങ്കിലും നമ്മൾ മാറി ചിന്തിക്കേണ്ടതാണ്. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ചിന്തിക്കണം. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ളത് ഏറ്റവും അമൂല്യമായിട്ടുള്ള ജീവിതമാണ്. അതേപോലെ തന്നെ അള്ളാഹു നമുക്ക് ഒരുക്കി വെച്ചിട്ടുള്ളത് ഏറ്റവും മനോഹരമായ ഭൂമിയാണ്. ഈ ഏറ്റവും മനോഹരമായിട്ടുള്ള നമുക്ക് എന്തും കഴിക്കാനും നമുക്ക് ആസ്വദിക്കാനും യാത്ര ചെയ്യുമ്പോൾ നമ്മൾ കൺകുളിർക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന മനോഹരമായിട്ടുള്ള ഈ ഭൂമിയിൽ തന്നെ നമ്മൾ യാത്ര ചെയ്യുന്നതല്ലേ. ഭൂമിയിൽ പല ഭാഗങ്ങളിൽ യാത്ര ചെയ്യുമ്പോൾ എന്ത് മനോഹര കാണാൻ. നമുക്ക് എത്രത്തോളം ഭക്ഷണങ്ങൾ അത് നമുക്ക് ഒരുക്കി തന്നിട്ടുണ്ട്, എത്ര ജീവികളുണ്ട്. അള്ളാഹുവിന് സൃഷ്ടികളെ ബഹുമാനിക്കുക, അള്ളാഹുവിന് സൃഷ്ടികളെ നശിപ്പിക്കാതിരിക്കുക, അന്യായമായിട്ട് കൊന്നൊടുക്കാതിരിക്കുക, നമ്മൾ ഭൂമിയിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുക, നല്ല രീതിയിൽ അള്ളാഹുവിൻ്റെ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കും. അപ്പോൾ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.